മോദി കാ ഗ്യാരണ്ടി ദേശീയ തലത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു മുദ്രാവാക്യമാണ്, ഉറപ്പാണ് അത്. രാജ്യത്തിന് രാഷ്ട്രത്തിന് മോദിയുടെ ഉറപ്പ്. ഇനി വീണ്ടും ഒരു തുടർഭരണം ദേശീയ തലത്തിൽ വരുമെന്ന കാര്യത്തിൽ ആർക്കുമേ സംശയമില്ല. അത് BJP-ക്കാർക്കുമില്ല, കോൺഗ്രസുകാർക്കുമില്ല, ഏതൊരു പ്രാദേശിക പാർട്ടിക്കാർക്കുമില്ല. കാരണം അത്രത്തോളം ജനമനസ്സുകളിലേക്ക് വേരിറങ്ങിക്കഴിഞ്ഞു നരേന്ദ്രമോദി സർക്കാർ. 10 വർഷങ്ങൾ തികച്ച് 11ാം വർഷത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാർ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പോടുകൂടി നടന്നു കയറുമെന്ന് പറയുന്നതിന് കാരണങ്ങൾ പലതുണ്ട്. അതിലൊന്ന് ഉത്തരേന്ത്യയിലടക്കം BJP-ക്ക് ലഭിക്കുന്ന വലിയ സ്വീകാര്യതയാണ്. നരേന്ദ്രമോദി എന്ന നേതാവിന് ലഭിക്കുന്ന വലിയ സ്വീകാര്യതയാണ്. അതിനുമപ്പുറത്തേക്ക് കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടി സ്ഥാനത്ത് തീവ്രമായ പരാജയമായി തന്നെ തുടരുന്നു. മോദിയെ വെല്ലാൻ, NDA വെല്ലാൻ, BJP-യെ വെല്ലാൻ കോൺഗ്രസിന് ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. മോദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സാമ്പാർ മുന്നണി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടിരുന്നു. ഇന്ത്യ എന്നായിരുന്നു അതിന് പേരിട്ടിരുന്നത്. അതിലാകെ അടിനാശം, വെള്ളപ്പൊക്കമാണ്. ഒരു സാമ്പാർ മുന്നണിയോടും ജനങ്ങൾക്ക് ഇഷ്ടമില്ല, അടുപ്പമില്ല. ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നത്, ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് നരേന്ദ്രമോദി സർക്കാരിനെയാണ്, BJP-യെയാണ്, NDA-യാണ് എന്ന നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ ഒരു പ്രമുഖ ചാനലിനോട് പറഞ്ഞിരുന്നു. അദ്ദേഹം ആ മുന്നണിക്കിട്ട പേര് പോലും സാമ്പാർ മുന്നണി എന്നാണ്. അതായത് അവജ്ഞയോടെ, പുച്ഛത്തോടെ ആ മുന്നണിയെ അദ്ദേഹം തള്ളിക്കളയുന്നു എന്നത് തന്നെയാണ് അതിന്റെ സത്യം. നമുക്കറിയാം, രാമജന്മഭൂമി വിഷയത്തിൽ BJP-യുടെ നിലപാട്, നരേന്ദ്രമോദിയുടെ നിലപാട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവിടെ രാമക്ഷേത്രം പണിത് അതിന്റെ ഉദ്ഘാടനവും നടത്തി, പ്രാണപ്രതിഷ്ഠയും നടത്തി ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നു. അതോടുകൂടി തന്നെ ഭാരതത്തിലെ ഭൂരിപക്ഷ ജനത BJP-യോട് അടുപ്പം കാണിക്കുന്നു, മമത കാണിക്കുന്നു എന്നത് ഒരു വലിയ സത്യം തന്നെയാണ്. പക്ഷെ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ BJP-ക്ക് സ്വീകാര്യത കുറവല്ലേ എന്ന ചോദ്യത്തിനും വ്യക്തമായ അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട്. കേരളത്തിൽ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണം കൈയാളുന്ന സ്ഥലങ്ങളുണ്ട്, BJP കൈയാളുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ജനപ്രതിനിധികളുണ്ട്. BJP മെല്ലെ മെല്ലെ ദക്ഷിണേന്ത്യയിലേക്കും പടർന്നു കയറുന്നു എന്ന് നരേന്ദ്രമോദി ഉറപ്പ് നൽകുന്നു. മോദി കാ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ അത് ദേശീയ തലത്തിൽ മാത്രമല്ല, സാധാരണക്കാർക്ക് വേണ്ടുന്ന സകല സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട്, സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്രത്തെ വലിയ പുരോഗതിയിലേക്ക് നയിക്കുക എന്നത് തന്നെയാണ് NDA സർക്കാരിന്റെ, നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം. അതാണ് മോദി ജനങ്ങൾക്ക് നൽകുന്ന ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുമുണ്ട്. ഇവിടെ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനാണ്. ഒരുപക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ, രാഷ്ട്രീയ പാർട്ടിയുടെ വലിപ്പം മനസ്സിലാകാത്ത ഒരേ ഒരു വിഭാഗം കോൺഗ്രസുകാർ മാത്രമായിരിക്കും. നാട്ടിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വികാരമായി കൊണ്ട് നടക്കുന്ന ഒട്ടനവധി പേരുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് അത് മനസ്സിലാകുന്നില്ല, കൃത്യമായി ഉപയോഗിക്കുവാൻ സാധിക്കുന്നില്ല. പ്രാദേശിക പാർട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നണി രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടതാണ് ഇതിനു മുമ്പ് കോൺഗ്രസ് നേതൃത്വം നൽകിയ സർക്കാരുകൾക്ക് അടിയേൽക്കേണ്ടി വന്നത്. പ്രാദേശിക പാർട്ടികൾ വലിയ അഴിമതിയിലേക്കും കൊള്ളയിലേക്കും ഒക്കെ നീങ്ങുമ്പോൾ കോൺഗ്രസിന് നോക്കുകുത്തികളായി നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷേ NDA സർക്കാരിന്റെ കാര്യത്തിൽ അതല്ല. BJP-ക്ക് ഒറ്റയ്ക്ക് ഭരിക്കുവാനുള്ള ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ അവിടെ BJP പറയുന്നത്, നേതൃത്വം പറയുന്നത് കൃത്യമായി എല്ലാ നേതാക്കന്മാരും കേട്ടുകൊണ്ട് അഴിമതിക്ക് തടയിട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കഴിഞ്ഞ 10 വർഷവും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഭരിച്ചപ്പോൾ വലിയ കുംഭകോണങ്ങളുടെയോ അഴിമതികളുടെയോ കഥയൊന്നും നമുക്ക് കേൾക്കുവാൻ ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വെറുതെ മറ്റു പാർട്ടിക്കാർ അഴിച്ചുവിടുന്ന ചില ആരോപണങ്ങൾ മാത്രം. സാധാരണക്കാർ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാടായി ഭാരതം മാറി. ലോകരാഷ്ട്രങ്ങൾ പോലും ഭാരതത്തിനെ ഉറ്റുനോക്കുന്ന നരേന്ദ്രമോദിക്കൊരു ലോക നേതാവ് പദവിയിലേക്കൊക്കെ എത്തത്തക്ക രീതിയിൽ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച ഓരോ ഭാരതീയനും കണ്ടതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കുന്നത്, ദക്ഷിണേന്ത്യയിൽ BJP-യുടെ ഈ കടന്നുകയറ്റത്തിന് ചെറിയ രീതിയിലെങ്കിലും ഒക്കെ തടയിടാൻ പ്രാദേശിക പാർട്ടികൾക്കും കോൺഗ്രസിനും ഒക്കെ ആയിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ BJP ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി പടർന്നു കയറുമെന്ന ഉത്തമ ബോധ്യം അരക്കിട്ടുറപ്പിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി പറയുന്നത്, ഇത് മോദി കാ ഗ്യാരണ്ടിയാണ്, BJP-യുടെ വാക്കാണ്. ഭാരതം ഒരു തവണ കൂടി, അല്ലെങ്കിൽ വരും തവണ വീണ്ടും BJP ഭരിക്കും. അതോടുകൂടി ഭാരതം മുഴുവൻ കാവി അണിയുമെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നു.